ഓർമ്മയുണ്ടോ? മറക്കില്ല. എന്നെ കാത്തിരിക്കാനെന്ന് അറിഞ്ഞു, പക തീർക്കാൻ. അടുക്കരുതെന്നോട്. അറിഞ്ഞുകൊണ്ട് അത്ര വലിയ തെറ്റാണ് ഞാൻ സുഖിനോട് ചെയ്തതെങ്കിൽ സുഖൻ എന്നെ എന്താന്ന് വെച്ചാൽ ചെയ്യാം, വേണേ കൊല്ല, ഇതാ നിന്ന് തരാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന് സുഖ എന്നോട് പറയണം. അന്നും ഇതുപോലെ സുഖ തന്നെ എൻ്റെ നേരെ കത്തി കിട്ടിയത്. ഞാൻ മനഃപൂർവ്വം കുത്തിയതല്ല, അറിയാതെ കൊണ്ടു. അതല്ലടാ, എന്റെ ജീവിതത്തിൽ നീ അവളെ തട്ടിയെടുത്തില്ല. എന്നിട്ടിപ്പോ അവളെ നീ പറ്റിച്ചില്ല. എന്റെ അവളുടെ ജീവിതം നീ അല്ലടാ പട്ടു. വിടവനെ, വിടവനെ, കൊല്ലുന്നെ കൊല്ലട്ടെ. അവനോട് നീയൊന്നും പറയാൻ നിൽക്കണ്ട, പറഞ്ഞാ മനസ്സിലാവാത്ത ജാതിയാണ്. എന്താണ്ടിരിക്കെ, മനസ്സിലാകുമെന്ന് നമുക്ക് നോക്കാം. എന്താ നീ ആന തളച്ചിട്ട് വരിക? അത് ചോദിക്കാൻ നിങ്ങളാരാ? ആനയുടെ മുതലാളിയാ? നിന്റെ ചൂട് ഇനി ഇറങ്ങിയില്ലേ? എടാ, അവൻ നിന്നോട് വഴക്കനൊന്നും വന്നതല്ല. പിന്നെന്താ, ഉമ്മ ഒക്കെ വന്നതാ? ഉമ്മ വയ്ക്കാൻ പറ്റിയ ഒരു മോന്ത. എടാ, അതൊക്കെ പോയി ആ രാഗിണിയോട് പറ. ഒരുവരെ കൊണഞ്ഞ വർത്താനം പറഞ്ഞാണ്ടല്ലോ. എന്നോട് കിട്ടാറുണ്ടാ അത് കൊള്ളാം. ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? എടാ, അവന് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന്. ആർക്ക്? അവന് പിന്നെ അവൻ വെട്ടുപോത്ത് നോക്കണ എന്ത് നോക്കണല്ലോ. എനിക്ക് അവന്റെ ഒരു പുല്ലും കേൾക്കണ്ട. അവിടെ നിന്ന പറയട്ടെ, നീ കുട്ടികളെ പോലെ അവിടെ നിക്കാൻ ഇങ്ങോട്ട് വാ. ഇതെടുക്കാൻ മറന്നു. എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നേ? വഴി മാറാൻ തന്നെ വന്നത്. ഇങ്ങോട്ട് വാടോ. അങ്ങോട്ട് ചെല്ലടാ. രാവിലെ പറഞ്ഞില്ലേ സ്ലേറ്റിൽ എഴുതിയ പോലെ മായ്ക്കാൻ പറ്റില്ല എന്ന്. മായ്ക്കാം, കാലം മായ്ച്ചോളും. പക്ഷെ ഇവിടെ കല്ലിൽ കൊത്തിവെച്ചിരിക്കുക, മായ്ക്കാൻ പറ്റില്ല. ചേരേണ്ടവർ നിങ്ങളാ, വഴി മുടക്കുന്നത് ഞാനാ. ഞാൻ വഴി മാറുന്നു. സാരല്ല, കണ്ണീരുള്ളു ശുദ്ധാക്കും, കനപ്പ് പോവും, കരഞ്ഞു തീരട്ടെ. എന്നാ അവര് കരഞ്ഞു തീർക്കട്ടെ, അതിന് വഴി മുടക്കി നിൽക്കണോ? ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, അവളോടും. ഞാൻ പോണതിന് മുമ്പ് കാണാം. ഒക്കെ ശരിയാവും. സമ്മതിച്ചു നിന്നെ. അല്ല, വെട്ടുപോത്തിനെ പോലെ ഇങ്ങനെ കൊല്ലാവുന്നവനെ നീ എന്ത് പറഞ്ഞാ മയക്കേ? മനുഷ്യന്മാർക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു കാര്യവും ഈ ലോകത്തിലില്ല. അതിനിത്തിരി ധൈര്യവും ക്ഷമയും മാത്രം മതി. ഇതൊന്നും നിനക്ക് പണ്ടുണ്ടായിരുന്നില്ലല്ലോ, എവിടുന്ന് പഠിച്ചു? 2 ഗുരുക്കന്മാരാ എനിക്ക്, ഒന്നീ ജീവിതം, ഒന്നെന്റെ ഭാര്യ. കലി കിടങ്ങിയപ്പോ എനിക്ക് തോന്നി അയാൾ പറഞ്ഞത് ശരിയാണെന്ന്. അയാളെ തെറ്റു പറയാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും അല്ലല്ലോ നടക്കണത്. ഇങ്ങനെയൊക്കെ നടക്കണമെന്നുണ്ടാവും. ഞാൻ പറയണത് കേക്കണുണ്ടോ? എന്നെ നിനക്കിനി അങ്ങനെ കാണാൻ പറ്റണില്ലെങ്കിൽ ആങ്ങളായിട്ട് തന്നെ കണ്ടാ മതി. ആനയെ തിളച്ചില്ല, ഞാൻ പോയിട്ട് പിന്നെ വരാം. അല്ലെങ്കിൽ നീ വീട്ടിലേക്ക് വാ. സുഖേട്ടാ, എന്തിനാ ഇങ്ങനെ സ്നേഹിക്കണേ? ഇത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും. അത് എന്ന് ചോദിച്ചാ എനിക്കിഷ്ടമുണ്ടായിട്ട്.
അങ്ങനെ ആ കാര്യം കഴിഞ്ഞു. ഞാൻ പേടിച്ചു വല്ല അടിയും വഴക്കും ഉണ്ടാക്കുമെന്ന. ഞാനിപ്പോ ഒരു പാവമല്ലേ, പഴയ സ്വഭാവമൊക്കെ എന്നെ വിട്ടു. നല്ലൊന്ന് പൊട്ടിക്കേണ്ടി വന്നു. ഏട്ടൻ വന്നിട്ടുണ്ടോ? കാർ കിടക്കണം. അമ്മ വിളിച്ചു വരുത്തിയതാ. എന്തോ കുഴപ്പമുണ്ട്. കുഴപ്പം? എല്ലാരും കൂടി ഭയങ്കര സംസാരമായിരുന്നു. അവസാനം അമ്മ കരഞ്ഞു. ഒരു കാര്യം എല്ലാവരും ആലോചിച്ചു. മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്താ നിക്കണ കേസാ. ആര് നിൽക്കും? വാദിവാ നിൽക്കും എന്ന് വെച്ചാൽ വെളിയിൽ ജയിക്കും. ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം രവികളിന് 2 കുട്ടികൾക്കും ഈക്വൽ ഷെയറിന് അവകാശമുണ്ട്. ദാറ്റ്സ് ഓൾ. എന്തോട്ട് സക്സഷൻ ആക്ട്? നമുക്ക് ഏതെങ്കിലും കൊള്ളാവുന്ന വക്കീലിനെ കാണാം. അതെ, അങ്ങനെ അങ്ങോട്ട് കളിയാക്കൊന്നും വേണ്ട. ഞങ്ങൾക്ക് കോടതിയിൽ അല്പം നെർവസ് ഒക്കെ ആയിരിക്കും. പക്ഷെ ലോ പോയിന്റുകൾ പച്ചവെള്ളം പോലെയാ. കോടതി കേസൊന്നും വേണ്ട. അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റ്? രവിയേട്ടന്റെ മക്കൾക്ക് അവകാശമുള്ളത് നമ്മൾ കൊടുക്കുക തന്നെ വേണം. എന്തായാലും അത് നമ്മൾ ചെയ്യണം. ഒന്ന് പോടി കൊടുന്ന്. നീ കൊടുത്തോ? അമ്മയല്ല ആര് പറഞ്ഞാലും ഒരു പൈസ ഞാൻ കൊടുക്കില്ല. ഇവളൊരു കഴുത, ബുദ്ധിയില്ല ബോധമില്ല. എനിക്ക് ബുദ്ധിയില്ല ബോധമില്ല. നിങ്ങൾക്ക് കണ്ടല്ലോ, അത് മതി. ഞാൻ അമ്മയുടെ ഭാഗത്താ. രവിയേട്ട, രാവിലെ മുതൽ അമ്മ അന്വേഷിക്കുക. എന്താ, ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു പ്രശ്നമായോ? എന്താ ഏട്ടാ, എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ കോടതിയുടെയും കേസിന്റെ കാര്യം പറഞ്ഞാട്ടു. എന്താ സനന്ദേ? ഓ, ഒന്നും അറിയാത്ത പാവം അളിയൻ വിളഞ്ഞ പുള്ളിയാണ് കേട്ടോ. എല്ലാ കളിയും കളിച്ചിട്ട് മാറുക, എന്നിട്ട് പിന്നിലിരുന്ന് ഇങ്ങനെ വലിക്കുക. കൊച്ചു കള്ള. കൈയെടുക്കടാ. ചൂടാവല്ലേ? ഒന്നുമില്ല, നീ പോയിക്കോ അങ്ങോട്ട്. കാര്യം എന്താ വെച്ചാ പറയേ, ആരെങ്കിലും. കാര്യം ഇത്രയേ ഉള്ളൂ. അച്ഛനുള്ളപ്പോൾ ഭാഗം കഴിഞ്ഞതാ. 5-8 കൊല്ലായി. ഒക്കെ ഭൂമിയാ. ഞങ്ങൾ അതൊക്കെ എടുത്ത് അലമാരി വെച്ചേക്കല്ല. ചിലർ വിറ്റു, ചിലർ ബാങ്കിൽ സെക്യൂരിറ്റി വെച്ച് ലോൺ എടുത്തു. അമ്മ എപ്പോൾ പറയണു രണ്ടാമത് ഭാഗിക്കണമെന്ന്? എന്തിനെ? എന്തിനാണെന്ന് ഞങ്ങൾ എങ്ങനെ പറയാം? അമ്മയെ കൊണ്ട് പറയാൻ പറ്റും ഞങ്ങളല്ലോ. പിന്നാരാ? ഞാനോ? എനിക്കെന്തിനാ ഇവിടെ ഭൂമിയും സ്വത്തുക്കളും? ഞാൻ അന്യനാട്ടിൽ ജീവിക്കുന്ന ഒരാൾ. എനിക്കവിടെ സ്വന്തമായിട്ടൊരു മുറി അടുക്കളയുണ്ട്. അത് തന്നെ ധാരാളം. പിന്നെ എനിക്കിവിടെ കുറെ ഭൂമി കിട്ടിയിട്ടെന്തിനാ? വിൽക്കാലോ? വിറ്റ് പണമായിട്ട് കിട്ടിയാ പുളിക്കോ? എൻ്റെ പൊന്നു മോളെ, പുളിക്കൊന്നുമില്ല, എന്നാലൊട്ടും മധുരിക്കുമില്ല. ഇക്കണ്ട കാലം മുഴുവൻ എണ്ണിച്ചുട്ട് അപ്പം പോലെ കിട്ടുന്നതുകൊണ്ട് സുഖമായിട്ട് ജീവിച്ചയാളെ രവിയേട്ടൻ. പിന്നെ എനിക്ക് 2 പെൺകുട്ടികളാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവർ വഴിയാധാരായി പോരുന്നൊരു ആശയുണ്ട്. അത്രേ ഉള്ളൂ. അല്ല, നിങ്ങളുടെ പൊന്നും പണമൊന്നും എനിക്ക് വേണ്ട. അപ്പോ പിന്നെ അമ്മ ഈ പറയണതോ? എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. എന്ന് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്ക്, അല്ലെങ്കിൽ കോടതി കയറേണ്ടി വരും. അളിയോ, രവി ഇപ്പോൾ ഒരു പാവ. കോലിട്ട് കുത്തിയാൽ പോലും കടിക്കാൻ നിൽക്കാറില്ല. എന്ന് വെച്ച് മോശക്കാരനൊന്നുമല്ല. കോടതി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. അതൊക്കെ ഞാനും കുറെ കണ്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ജീവിച്ച ആളാ. ചിലപ്പോൾ ചില അണ്ടർവേൾഡ് കണക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അയ്യോ, അവിടെ കേസും വകുപ്പൊന്നും നടക്കില്ല കേട്ടോ. തോക്കും പിടിയുള്ളൂ. ഗംഗേട്ടൊന്ന് പേടിക്കാതിരിക്കേ. അതിലും വലിയ മാഫിയ കണക്ഷൻസ് എനിക്കുണ്ട്. ഓ, ആ, അമ്മേ, സ്വത്തുക്കളൊക്കെ വീണ്ടും ഭാഗിക്കണം അമ്മ പറഞ്ഞു. പറഞ്ഞു. നിനക്ക് അവകാശപ്പെട്ടതാ. എന്തിന്? എനിക്ക് എൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. അച്ഛനെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് എന്തിനാ അമ്മ ഇവിടെ സ്വത്തും ഭൂമിയൊക്കെ? അടുത്ത ആഴ്ച ഞങ്ങൾ അങ്ങോട്ട് പോകൂലേ? എങ്ങടെ? എങ്ങിട്ടെന്ന് അതുകൊള്ളാം. എനിക്ക് അവിടെ ഒരു ജോലിയും കുട്ടികളുടെ പഠിപ്പൊക്കെ ഇല്ലേ? നീ ജോലി എടുത്ത് കൊണ്ടുവന്നിട്ട് വേണ്ട ഇവിടെ ജീവിക്കാൻ. ഇനി അന്യ നാട്ടിൽ പോയി നരയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കുട്ടികൾക്ക് എവിടെയുണ്ട് സ്കൂള്? അമ്മ എന്താ ഈ പറയണേ? ഞങ്ങൾക്ക് അവിടെ ഒരു കൊച്ചു വീടുണ്ട്. എന്താ ഈ വീട് നിനക്ക് സുഖം പോരെ? പോരെങ്കിൽ പൊയ്ക്കോ. ആരും വേണ്ട എനിക്ക്. എല്ലാവർക്കും അവരവരുടെ കാര്യം. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോന്നേ? കണ്ടു മോഹിക്കാണ്ട് നേരത്തെ അങ്ങോട്ട് ചത്തുകെട്ട് പോയാ മതിയായിരുന്നു. സീത, അമ്മ പറയുന്നത് കേട്ടോ, നമ്മളെ പോവാൻ സമ്മതിക്കില്ലാന്ന്. അയ്യോ അമ്മേ, പോകണം. മോളെ, ഇനി നിന്റെ വീടിതാ. ലച്ചുവിനെ പിരിഞ്ഞാൽ നിനക്ക് സഹിക്കോ? പറ, സഹിക്കോ? ഞാൻ നീറി നീറി ജീവിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം എത്രയെന്നറിയോ? ഇനി എന്റെ മോനെ എന്നീന്ന് പിരിച്ചുകൊണ്ടുപോകരുത്. ഈ അമ്മയുടെ അപേക്ഷയാ. അമ്മ കുറച്ചു കാലെങ്കിലും സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. ഞങ്ങൾ വർഷാവർഷം വന്നാ പോരെ അമ്മേ? പോരാ, എന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ മരിക്കുന്നത് വരെയെങ്കിലും. ഫോണുണ്ട്. ആരാ? ഹരി. ആ, നീ ഇത് എവിടുന്നാ? ഞാൻ കോയമ്പത്തൂർ പോണ വഴിയാ. നീനയുടെ അച്ഛനെ ഒന്ന് കാണണം. ഇല്ല, ഒറ്റയ്ക്കാ.
അവൾക്ക് ഒരു തലവേദനയാണ്. മാത്രമല്ല ഞാൻ ചിലപ്പോൾ മദ്രാസ് വരെ ഒന്ന് പോകും. ആ അത് ഏട്ടൻ പറഞ്ഞ പോലെ തന്നെയായി. രവിയേട്ടൻ തിരിച്ചു പോണില്ലെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലടാ കഴുതേ, അവൻ ബുദ്ധിയുള്ളവനാണെങ്കിൽ പോവോ. അമ്മയെ മണിയടിച്ച് അവന് വേണ്ടത് അവൻ മേടിക്കും. നീയും സുനന്ദയും ഗീതൊക്കെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ എൻ്റെ പേര് രാജേന്ദ്രനാഥെന്നല്ല. അമ്മയുടെ പേരിലുള്ള വീടും പറമ്പും നമുക്ക് 4 പേർക്കെ കിട്ടുന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ ഞാൻ. അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ഏട്ടൻ അറിയാലോ. ഞാനെന്ത് ചെയ്യാനാ? ആദ്യം എൻ്റെ വാക്ക് അനുസരിക്കാൻ. എല്ലാവർക്കും വലിയ സിമ്പതി ആയിരുന്നല്ലോ. ഹലോ ഹലോ ഹലോ, ഛേ റേഞ്ച് ഇല്ല. രവി പോണില്ലാന്ന്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, അമ്മയുടെ പേരിലുള്ള വീടും പറമ്പും അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാന്നാണല്ലോ ബില്ലില്. അത് രവിക്ക് കൊടുത്തോട്ടെ. ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടല്ലോ. ഓ, ഞങ്ങളുടെ വീട്ടിലെ കാര്യം ഞങ്ങൾ അന്വേഷിച്ചോളാം. ഡോക്ടർ രാധ അത് ഇടപെടണ്ട. ഇതെന്തൊരുറക്കം എന്റെ മനുഷ്യ. ഇവിടെ കിടക്കപ്പായ്ക്ക് തീ പിടിക്കുമ്പോഴാ ഒടുക്കത്തൊരുറക്കം. തലമണ്ടയ്ക്കകത്ത് നിങ്ങളുടെ അല്ല എന്റെ, പിന്നെ എന്റെ മക്കളുടെ. നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അല്ലേലും നിങ്ങളൊന്നും കാണില്ല. സ്വന്തം അനിയൻ വീട്ടിൽ നിന്ന് ആഫീസിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞപ്പോ കയ്യും കെട്ടി ഇറങ്ങി പോന്നവനല്ലേ. ഇപ്പതാ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. അതിന് വല്ല വകുപ്പുണ്ടോ നോക്കാൻ പറഞ്ഞപ്പോ ഇരുന്ന് തൂങ്ങുന്നു. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. 1ഉം 2ഉം അല്ല, 9 ഏക്കറും ഈ ബംഗ്ലാവുമാണ്. 1 കോടിയാ ഒരാൾക്ക്. ഈ സെന്റിമെന്റ്സും പറഞ്ഞ് അത് കളഞ്ഞാൽ ഞാൻ എൻ്റെ വഴിക്ക് പോവും. ഞാനായിട്ട് കിട്ടേണ്ടൊക്കെ കിട്ടിയില്ലേ? ആ, ഇനി തീർന്നില്ല ഈ പണത്തിന് ആർത്തി. കല്യാണത്തിന് മുൻപ് എന്റെ പിന്നാലെ നടന്നിരുന്ന കാലത്ത് എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? എനിക്ക് നിന്റെ സ്വത്ത് വേണ്ട, പണം വേണ്ട, നിന്റെ കണ്ണുകൾ മാത്രം മതിയെന്ന്. എടി അത് പ്രേമിച്ചിരുന്ന കാലത്തല്ലേ. അന്ന് നിന്റെ കണ്ണുകൾ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇന്ന് ഇതിലും നല്ല കണ്ണുകൾ വേറെ ഉണ്ടല്ലേ? പിന്നെ ധാരാളം. ഈ ലോകത്ത് എത്ര വെറൈറ്റി കണ്ണുകളാ. ഹോ. പക്ഷേ എനിക്കിപ്പോ കണ്ണുകളോടല്ല പ്രേമം, പണം. അതെത്ര കിട്ടിയാലും ഇഷ്ട.